പുതുവർഷ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചെത്തിയ ഒരു സംഘം ആക്രമണം നടത്തിയതിന് പിന്നാലെ 23-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ നാട്ടുകാരുടെ ആക്ഷേപം. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നെന്നാണ് പരാതി. പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ നിയമോപദേശം തേടുന്ന താമസമാണ് പോലീസിനുള്ളതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. കൊല്ലം മുട്ടത്തുകാവ് മുല്ലമൂട് പള്ളി പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പുതുവർഷദിനം രാത്രിയാണ് സംഭവങ്ങളുടെ തുടക്കം. ന്യൂ ഇയർ ആഘോഷത്തിൽ 23-കാരൻ ജിജോ വർഗീസും പങ്കെടുത്തിരുന്നു. പരിപാടിക്കിടെ ഒരു സംഘവുമായി ചെറിയ വാക്കുതർക്കമുണ്ടായി. പിന്നാലെ ജിജോ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഒരു സംഘം ജിജോയെ പിന്തുടർന്നെത്തി വീട്ടിൽ കയറി ആക്രമിച്ചു. പുലർച്ചെ 1 മണിക്കും 4 മണിക്കുമിടയിൽ ക്രൂരമായ ആക്രമണമുണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. യഥാർത്ഥത്തിൽ ആ തള്ളയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. കാരണം വളരെ കുറച്ച് ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ ഭർത്താവിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് എന്നിട്ട് ഈ ടാപ്പിങ്ങിന് വളരെ വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. 4 മണിക്ക് പോയപ്പോലും ആ കുഞ്ഞുങ്ങൾക്ക് ഈ അച്ഛൻ അടുത്തില്ലാത്തതിൻ്റെ യാതൊരു ഉൾക്കും അറിയിക്കാതെ അത്തരത്തിൽ ഓമനിച്ച് വളർത്തുന്നില്ല. ഈ പയ്യൻ ഈ പ്രദേശത്ത് വളരെ സ്മാർട്ടായി. ഈ ഇവിടുത്തെ സമാധാനത്തിൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ, ഈ പള്ളിയിൽ അച്ഛൻ ഇവിടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തന്നെ വളരെ വേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആക്രമണത്തിൽ ജിജോയുടെ അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. ഇടവനശ്ശേരിയിലെ വീട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ അമ്മയും ജിജോയും മാത്രമായിരുന്നു താമസം. ആക്രമണത്തിൽ പരിക്കേറ്റതിന് പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത്. പോലീസിൽ പരാതി നൽകിയപ്പോൾ കുറച്ച് യുവാക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചെന്നാണ് ശാസ്താംകോട്ട പോലീസിനെതിരായ ആക്ഷേപം. എന്നാൽ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമി സംഘത്തെ പിടികൂടാത്തതിലും അറസ്റ്റ് രേഖപ്പെടുത്താത്തതിലുമാണ് നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമുണ്ട്. ഇപ്പം പോലീസുകാർ വന്ന ഒരാളില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഒരു മുടന്തന്യായം പറയുന്നതെന്നുള്ള പ്രധാന മെമ്പർ പറഞ്ഞിട്ടില്ല. 1-2 പ്രാവശ്യം അവിടെ വിളിച്ചിട്ട് എടുത്തില്ലെന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താണ് അത് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പ്രദേശത്തുള്ളവർക്ക് ഒരു ഉത്കണ്ഠയുണ്ട്. കാരണം നാളെ ഇന്നിവിടെ സംഭവിച്ചു, നാളെ വേറെടുത്ത് സംഭവിക്കാമല്ലേ, ഇവരല്ലെങ്കിൽ വേറൊരാള് സംഭവിക്കാമല്ലേ. അപ്പോൾ അതിന് മാതൃകാപരമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം. ആക്രമണത്തിന് പിന്നിൽ പ്രദേശത്തെ ലഹരി മാഫിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളൊഴിഞ്ഞയിടങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ തമ്പടിക്കുന്നുണ്ടെന്നും പരാതിയിലുണ്ട്. നൈറ്റ് പട്രോളിംഗ് അടക്കം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതേസമയം നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ നിയമോപദേശം തേടുകയാണെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.